ഞാൻ പോണ സമയത്ത് 4-5 പേരോ മാത്രം ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും കമ്മി ഒരു 3D പടമായിട്ട്. അതായത് ഇപ്പൊ 2024 നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത പടം അജയന്റെ രണ്ടാം മോഷം തന്നെയായിരുന്നു. പക്ഷെ അതിന് പോലും കാണാൻ ആളില്ല. ഇപ്പൊ ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നോണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു ഓണം വിന്നർ ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു സിനിമയാണ് വിത്ത് കംപ്ലീറ്റ് കാസ്റ്റിന്റെ കിടിലം പെർഫോമൻസ് തന്നെ. അജയന്റെ രണ്ടാം മോഷണം അല്ല, ടൊവിനോ തോമസ് എന്നാ ഒരു കിടിലം പെർഫോമൻസ് ആയിരുന്നു പറയാം. നമുക്ക് വേണമെങ്കിൽ ഔട്ട് ഓഫ് ദ വേൾഡ് പെർഫോമൻസ് എന്ന് പറയാം. സോ 3 ക്യാരക്ടേഴ്സ് ചെയ്യേണ്ട ആളില്ല. ആ 3 ക്യാരക്ടേഴ്സ് തമ്മിൽ മരുന്നിന് പോലെങ്കിലും നമുക്കൊരു സിമിലാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ആൻഡ് ഹി ഡിസേർവ്സ് ഓൾ ദി അപ്രീസിയേഷൻ. ആളുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് അവാർഡ് കൊടുക്കാൻ തോന്നും. അത്രയും ആൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഇതിൽ കേളു പറയുന്ന ക്യാരക്ടർ ഒരു വാറിയർ ആണ്. മണിയനാണെങ്കിൽ ഒരു അനിമൽ മോഡുള്ള ഒരാളാണ്. അജയനാണെന്ന് വെച്ചാൽ വളരെ സാധാരണക്കാരനായിട്ട് ഒരാളാണ്. സോ ഫസ്റ്റ് ഹാഫ് മുത്തശ്ശി കഥ പോലെയും അതേപോലെ തന്നെ ക്യാരക്ടർ ബിൽഡപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മണിയനും കേളും വന്നു പോണേ ഉള്ളൂ. കൂടുതൽ സ്ക്രീൻ സ്പേസ് നമ്മുടെ അജയൻ തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ പോസിറ്റീവ് ഈ കൃതി ഷെട്ടിയും ടൊവിനോയും തമ്മിൽ കെമിസ്ട്രിയാണ്. കിളിയെ സോങ്ങിൽ ഇവരുടെ കെമിസ്ട്രി അടിപൊളിയായിരുന്നു. നമുക്ക് ക്രിഞ്ച് അല്ലെങ്കിൽ എന്നൊന്നും പറയാൻ തോന്നില്ല. സെക്കൻഡ് ഹാഫിലാണ് വെച്ചാൽ മിസ്റ്ററി എലമെന്റ്സ്, ഫാന്റസി എലമെന്റ്സ്, ട്രഷർ ഹണ്ടിങ് ഒക്കെ വരുന്നുണ്ട്. അതിൽ 2 ഫൈറ്റ് സീൻ ഉണ്ട്. ഒന്ന് മറ്റേ മണിയന്റെയും അതേപോലെ ലാസ്റ്റ് അജയന്റെ കളരിപ്പൈറ്റിന്റെ രണ്ടും അടിപൊളി തന്നെ. ടൊവിനോ നല്ലോണം കഷ്ടപ്പെട്ടെന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കം ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ബ്ലഡി 30 acres of land. അജയന്റെ രണ്ടാം മോഷണം. സോ ഈ സിനിമയെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യം ഇതിന്റെ ഡയറക്ടർക്ക് ഒരു ക്ലാപ്പ് കൊടുക്കുക. കാരണം 7 വർഷത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു പടം ആള് പുറത്തിറക്കിയിരിക്കുന്നത്. സോ 30 കോടി ബഡ്ജറ്റിലൊക്കെ ഇങ്ങനെ ഒരു പടം എടുത്തു വെക്കുക പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. മലയാള സിനിമയുടെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ഈ സിനിമയുടെ ക്വാളിറ്റി എന്താണെന്ന്. ലാലേട്ടന്റെ ഒരു വോയിസ് ഓവറോടുകൂടിയാണ് സിനിമ തുടങ്ങുന്നത്. ഒരു നക്ഷത്ര കല്ല് മാനത്ത് നിന്ന് വന്നിട്ട് ഹരിപുരം പറഞ്ഞ സ്ഥലത്ത് വന്ന് വീഴും. അപ്പൊ ഈ കല്ലിന് കുറെ പ്രത്യേകതയുണ്ട്. പഞ്ചഭൂതങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊക്കെ പറയുന്നുണ്ട്. സോ ഒരു എടക്കൽ രാജാവ് വന്നിട്ട് ഈ കല്ലിനെ വന്നിട്ട് ഒരു വിളക്കാക്കി മാറ്റിയിട്ട് അയാളുടെ രാജ്യത്തോട്ട് കൊണ്ടുപോകും. സോ അവിടെ പിന്നീട് ആളുടെ മകനെ വന്നിട്ട് ഒരു കൊള്ളക്കാരൻ പിടിച്ചു വെക്കുന്ന സമയത്ത് ആർക്കും രക്ഷിക്കാൻ പോകാൻ പറ്റില്ല. അപ്പോ കേളു പറഞ്ഞിട്ട് ഒരു വാറിയർ അല്ലെങ്കിൽ ഒരു യോദ്ധാവ്, നമ്മുടെ ടൊവിനോന്റെ ക്യാരക്ടറാണ്, ആള് വന്നിട്ടാണ് രക്ഷിക്കുക. സോ അതിന് പകരമായിട്ട് ആള് ചോദിക്കുക എനിക്ക് ഈ വിളക്ക് തരുമോ, ഞങ്ങളുടെ രാജ്യത്തിന് മറ്റേ നല്ലത് ഉണ്ടാവാനും അതേപോലെ കൂടുതൽ സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കട്ടെ പറഞ്ഞിട്ട്. സോ ആ വിളക്ക് മനസ്സോടെ രാജാവ് കൊടുക്കും. പിന്നീട് അവിടെ വസൂരി വരികയാണ്. അപ്പൊ ഐശ്വര്യ രാജേഷ് കേളുവിന്റെ കാലഘട്ടത്താണ് വരുന്നത്. 1-2 ഡയലോഗ് മാത്രമേ ആൾക്കുള്ളൂ. വളരെ ചെറിയൊരു ക്യാരക്ടറാണ്. പിന്നെ നമ്മുടെ മണിയന്റെ ക്യാരക്ടറാണ് കാണിക്കുന്നത്. മുത്തശ്ശിക്കഥ പോലെ പറഞ്ഞു പോവാണ്. സോ മണിയന്റെ ക്യാരക്ടറിന് ഒരു ഇൻട്രോ കൊടുക്കുമ്പോൾ ഒരു ഗൂസ് ബംസ് ഉണ്ട് മോനെ. BGM അതേപോലെ തന്നെ ആളുടെ ഒരു ഓട്ടവും ആ നൈറ്റ് ഷോട്ട്സ് ഒക്കെ ആയിട്ട് പക്ക തിയേറ്റർ എലമെന്റ് തന്നെയായിരുന്നു. നമുക്ക് നല്ലൊരു ഗൂസ് ബംസ് തരുന്ന ഒരു ഇൻട്രോ ആയിരുന്നു മണിയന്റെ. ഈ മുത്തശ്ശിക്കഥ ആയതുകൊണ്ട് തന്നെ ഇവര് കേളുവും മണിയനും വന്നു പോകണമെന്നേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് നമ്മുടെ അജയൻ തന്നെയാണ്. സാധാരണക്കാരനാണ് അജയൻ. നമ്മളെല്ലാവരും പോലും സാധാരണക്കാരനാണ് അജയൻ. സോ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഈ കൃതി ഷെട്ടിയും ടൊവിനോയും തമ്മിൽ കെമിസ്ട്രി തന്നെയായിരുന്നു. കിളിയെ സോങ് ഒക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് കാണുമ്പോൾ ഇതെന്തോന്ന് വെറുപ്പീരിയെന്നൊന്നും തോന്നില്ല. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഇമോഷണൽ സീൻസും അതേപോലെ തന്നെ ഇവര് തമ്മിലുള്ള റൊമാൻസും ഒക്കെ നമുക്ക് നന്നായി കണക്ട് ആവുന്നുണ്ട്. സോ നമ്മുടെ അജയന്റെ അച്ഛനാണ് നമ്മുടെ മണിയൻ. സോ മണിയന്റെ പേരായിട്ട് വരുന്നത് നമ്മുടെ സുരഭിയാണ്. സോ ഫസ്റ്റ് ഹാഫിൽ ഇവർക്കൊന്നും വലിയ റോളൊന്നും ഇല്ല. സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോഴാണ് പടം മിസ്റ്ററി അതേപോലെ തന്നെ നമ്മുടെ ട്രഷർ ഹണ്ടിങ് ഫാന്റസി എലമെന്റ്സ് ഒക്കെ ഉള്ള സിനിമയായി മാറുന്നത്. സെക്കൻഡ് ഹാഫ് ഫുൾ ഒരു 1/2 മണിക്കൂർ ഫുള്ളി ട്രഷർ ഹണ്ടിങ് ആണ് കാണിക്കുന്നത്. സോ നമുക്ക് തോന്നും ഇവരൊക്കെ എങ്ങനെയാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത് തോന്നുന്നു ഈ ഒരു ബഡ്ജറ്റിൽ. ബേസിൽ ജോസഫ് അജയന്റെ കാലഘട്ടത്തിലാണ് വരുന്നത്. ആൾക്കും ചെറിയൊരു റോൾ തന്നെ ഉള്ളൂ. അങ്ങനെ പെർഫോം ചെയ്ത് കാണിക്കാനൊന്നുമില്ല. ഈ സിനിമയിൽ ഏറ്റവും കിടിലായിട്ട് പെർഫോം ചെയ്ത് ടൊവിനോ തോമസ് തന്നെയാണ്. 3 ക്യാരക്ടേഴ്സ് 3 കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സ്വഭാവമുള്ള ആളാണ്. ഇപ്പൊ നമ്മുടെ യോദ്ധാവായ കേളുവിന് ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്ലാസിക് സ്വഭാവമാണ്. മണിയനാണ് വെച്ച് ഭയങ്കര അനിമൽ അല്ലെങ്കിൽ ബീസ്റ്റ് ഒരു വെറി പിടിച്ച സ്വഭാവമാണ്. അതൊക്കെ ആള് പെർഫോം ചെയ്ത് കിടിലനായിരുന്നു. അജയൻ സാധാരണക്കാരനാണെങ്കിൽ പോലും ടൊവിനോന് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ക്യാരക്ടർ അജയനായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നിഷ്കളങ്കത കാണിക്കണം, സാധാരണക്കാർ പേടി കാണിക്കണം, ജീവിക്കാനുള്ള ഒരു ആഗ്രഹം കാണിക്കണം, കുറെ എക്സ്പ്രഷൻസ് ഒക്കെ വരുന്നത് അജയന്റെ ഇതിലാണ്. സോ സെക്കൻഡ് ഹാഫിൽ കൃതി ഷെട്ടിയുടെ പെർഫോമൻസ് നന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സുരഭിക്ക് ചെറിയൊരു റോൾ തന്നെയുള്ളൂ, പക്ഷെ കൊടുത്ത റോള് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ നമ്മുടെ മണിയന്റെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, മറ്റേ ഒരു കൗങ്ങിൻ തോട്ടത്തിൽ വെച്ചിട്ട് കിട്ടിലും ഫൈറ്റ് സീൻ ആയിരുന്നു. അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മുടെ അജയന്റെ കളരിപ്പൈറ്റിന്റെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അതും അടിപൊളി തന്നെയായിരുന്നു. സോ പിന്നെ നമ്മുടെ ഐശ്വര്യ രാജേഷ് ഞാൻ പറഞ്ഞു വലിയ റോൾ ഒന്നും പെർഫോം ചെയ്യാനൊന്നുമില്ല. സോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറയുമ്പോൾ കിട്ടിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇടയ്ക്ക് നമ്മുടെ തിയേറ്ററിൽ നിന്ന് കുലുക്കണ പോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. മാസ് മൂവി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ക്ലാസിക് ടച്ച് ഉള്ള ഒരു സിനിമ വിത്ത് ഇടയ്ക്ക് കുറച്ച് ഗൂസ് ബംസ് തരുന്ന മൂമെന്റ്, മാസീവ് മൊമെന്റ്സ് പറയുന്ന സാധനമൊക്കെ ഉണ്ട്. അതായത് ഇവർ ആ കൊട്ടാരത്തിൽ പോയിട്ട് ആ മണിയൻ ഈ വിളക്ക് അടിച്ചു മാറ്റുന്ന ഒരു സീൻ ഉണ്ട് ജഗദീഷുമായിട്ട് പോയിട്ട്. അതൊക്കെ നല്ല രസത്തിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്.
സോ നമുക്ക് സെക്കൻഡ് ഹാഫ് ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ ഒരു സീറ്റ് ഓഫ് എഡ്ജ് ത്രില്ലർ പോലെ തോന്നും. 2D ആണെങ്കിലും 3D വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ ബേസിക്കലി 3D കാണാൻ പോയതാണ്. അപ്പൊ അവര് പറഞ്ഞു 3D ഒക്കെ ഉച്ചയാകുമ്പോഴേ ഇടുള്ളൂ, 2D ആണ് ഇപ്പോഴും. അപ്പൊ ഞാൻ 2D കണ്ടു. പക്ഷെ എനിക്ക് 2D വരെ നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയത്. നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ട് പറയാം. നമുക്ക് മലയാള സിനിമയുടെ ഒരു ബെഞ്ച് മാർക്ക്, അല്ലെങ്കിൽ ദിസ് മൂവി ഈസ് ഗോയിങ് ടു ദ ടോക്ക് ഓഫ് ടൗൺ എന്നൊക്കെ നമുക്ക് പറയാം. സോ കത്തനാരും അതേപോലെ തന്നെ ഒരു പടമാണല്ലോ ഇനി വരാൻ പോണത്. അതേപോലെ തന്നെ മിസ്റ്ററീസ് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. സോ ഞാൻ പോണ സമയത്ത് 4-5 പേരോ മാത്രം ആ തിയേറ്ററിൽ ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും കമ്മി ഒരു 3D പടമായിട്ട്. അതായത് ഇപ്പൊ 2024 നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത പടം അജയന്റെ 2ാം മോശം തന്നെയായിരുന്നു. പക്ഷെ അതിന് പോലും കാണാൻ ആളില്ല. ഇപ്പൊ ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നുകൊണ്ടാണ് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു ഓണം വിന്നർ ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു സിനിമയാണ്. വിത്ത് കംപ്ലീറ്റ് കാസ്റ്റിന്റെ കിടിലം പെർഫോമൻസ് തന്നെയായിരുന്നു. വില്ലന്റെ കാര്യം എടുത്തു പറയാൻ മറന്നു. ഹരീഷ് ഉത്തമനാണ് ഇതിൽ വില്ലൻ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവരെ പല അലറലും പിടിക്കലും ഒന്നല്ല, സട്ടിലായി വന്നിട്ട് വില്ലനിസം കാണിച്ചിട്ട് ആൾ പോകും. അതാണ് ആൾ കിടിലം പെർഫോമൻസ് തന്നെയായിരുന്നു. സിനിമയിൽ ആരും മോശമായിട്ട് അഭിനയിച്ചു എന്നൊന്നും പറയാനില്ല. പക്ഷെ എനിക്ക് ആകെ ഒരു നെഗറ്റീവ് ആയിരുന്നു ഐശ്വര്യ രാജേഷിനെ പോലെ ഒരു ക്യാരക്ടറെ കൊണ്ടുവന്നിട്ട് എന്തിനാണ് ഇത്ര ചെറിയൊരു റോൾ കൊടുത്തത്. കാരണം ആൾ നന്നായി പെർഫോം ചെയ്യുന്ന ആളാണ്. സോ അത് മാത്രമേ എനിക്ക് ചെറിയൊരു നെഗറ്റീവ് ആയി തോന്നുള്ളൂ. ബാക്കിയൊക്കെ കിടിലം പടമായിട്ട് തോന്നുന്നത്. സോ നിങ്ങൾക്ക് മുത്തശ്ശിക്കട അല്ലെങ്കിൽ മിസ്റ്ററി ഫാന്റസി എലമെന്റ്സ് ഉള്ള ഒരു സിനിമ ഇഷ്ടമാണെന്ന് വെച്ചാൽ പ്ലീസ് ഡു ഗോ ആൻഡ് വാച്ച്.